ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ സ്ഥലം മാറ്റങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതാ ഇപ്പോൾ ഭീഷണി കൂടി. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് AR ക്യാമ്പിലെ സഹപ്രവർത്തകർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭീഷണി സന്ദേശം വരികയാണ്. ക്യാമ്പിൽ പ്രധാനപ്പെട്ട ചുമതലകളിലുള്ള ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥാനം ഒഴിയണമെന്നാണ് ഭീഷണി. കോൺഗ്രസ് അനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥന്റെ ഈ ഭീഷണി സന്ദേശം പുറത്തുവരുന്നു. രാജിവെച്ചു മാറിയില്ല എങ്കിൽ പറിച്ചെറിയുമെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ പറയുന്നത്. സീനിയർ CPO നിക്സൺ അർണോൾഡ് ഫെർണാണ്ടസിന്റെ ശബ്ദ സന്ദേശം ഗ്രൂപ്പ് അഡ്മിൻ ഡിലീറ്റ് ചെയ്തു. കേൾക്കാം. ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ഇപ്പം 10 വർഷമായിട്ട് ഭരണം മാറിയാണ്. ഭരണം മാറുമ്പം സ്വാഭാവികമായി DD അല്ലെങ്കിൽ MD അങ്ങനെയൊക്കെ കുറേ AR ക്യാമ്പിൽ കുറേ പ്രൊസീജിയറുണ്ട്. അവിടെ സ്വാഭാവികമായി രാജിവെച്ച് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ പറിച്ചെറിയും. നമ്മളിവിടെ AR ക്യാമ്പുണ്ട്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ കഷ്ടനഷ്ടങ്ങളും കാര്യങ്ങളും സഹിച്ച് 10 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഭരണം മാറി, രീതി മാറി. ഇനി ഒരുത്തരും ഇവിടെ ശബ്ദിക്കത്തില്ല കേട്ടോ. ഒരുത്തരും ഇവിടെ AR ക്യാമ്പിൽ ശബ്ദിക്കത്തില്ല. ശരത് SS വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്, ഇയാളിത് സ്വബോധത്തോടെ പറഞ്ഞതാണോ? ആ ഓഡിയോ കേട്ടിട്ട് നമുക്ക് അത്ര വ്യക്തമാവുന്നില്ല. ഇതിപ്പോൾ ഭരണം മാറുന്നു, 10 വർഷത്തിന് ശേഷം UDF ഭരണം പിടിക്കുമ്പോൾ ഉടനെ സ്വരം മാറുന്നു, സ്വഭാവം മാറുന്നു, ഭീഷണിയാവുന്നു, വെല്ലുവിളിയാവുന്നു. ഇത് എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ഷിയാസ്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഇത്തരം അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഉടലെടുക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ കാസർഗോഡ് AR ക്യാമ്പിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഉദ്യോഗസ്ഥന് ഇത്തരം ഒരു ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. സീനിയർ CPO നിക്സൺ അർണോൾഡ് ഫെർണാണ്ടസിന്റെ ശബ്ദ സന്ദേശമാണ് ഈ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് ക്യാമ്പിലെ പ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനം ഒഴിയണമെന്നുള്ളതാണ്. നേരത്തെ ഈ ക്യാമ്പിലെ ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നത് ഇടത് അനുകൂല സംഘടനയുടെ ഉദ്യോഗസ്ഥരായിരുന്നു. നിലവിൽ ഭരണം മാറുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ക്യാമ്പിലെ പ്രധാന ചുമതലയുള്ളവരൊക്കെ തന്നെ ഇത്തരം ഒരു സ്ഥാനം ഒഴിയണം, രാജിവെച്ച് മാറിയില്ലെങ്കിൽ പറിച്ചെറിയും, ഇനി ഒരുത്തരും AR ക്യാമ്പിൽ ശബ്ദിക്കാൻ പാടില്ല, 24 മണിക്കൂറിനകം നിലവിലിരിക്കുന്നവർ മാറണം, 10 വർഷമായി നഷ്ടം സഹിക്കുന്നു, ഒരുത്തരും ശബ്ദിക്കാൻ പാടില്ല തുടങ്ങി നിരവധി ഓഡിയോ സന്ദേശങ്ങൾ അദ്ദേഹം ഈ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് UDF അധികാരത്തിലിരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഉദ്യോഗസ്ഥനായ നിക്സൺ ഇത്തരം ഒരു ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്യൂട്ടി അടക്കം തീരുമാനിക്കുന്ന, അതായത് AR ക്യാമ്പിലെ ഡ്യൂട്ടി തീരുമാനിക്കുന്ന അത്തരം ഡ്യൂട്ടി ഷിഫ്റ്റ് അടക്കം ഇടുന്ന ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ഭീഷണി സന്ദേശം അദ്ദേഹം അയച്ചിരിക്കുകയും ചെയ്യുന്നത്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മുഖ്യമന്ത്രി പോലും ആയിട്ടില്ല, ഇവിടെ ഭരണം തുടങ്ങിയിട്ടില്ല. ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ ഇക്കൂട്ടർക്ക് കൊള്ളാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ തുടക്കത്തിലേ നിലയ്ക്ക് നിർത്തുന്നതായിരിക്കും മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തിന് നല്ലത്.